യൂത്ത് കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പിൽ യുവമോർച്ചക്കാർ വോട്ട് ചെയ്തുവെന്ന് പത്തനംതിട്ടയിൽ ബി.ജെ.പി വിട്ട് CPIM-ലെത്തിയ യദു കൃഷ്ണൻ. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടിന് വേണ്ടി 400 വോട്ടുകളാണ് യുവമോർച്ചക്കാർ ചെയ്തത്. സഹായിച്ചിട്ടും തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതുകൊണ്ടാണ് തുറന്നു പറച്ചിലെന്നും യദു പറഞ്ഞു. ഞങ്ങൾ BJP-യിലെ സൂരജ് അലന്തൂർ എന്ന് പറഞ്ഞ ഒരാൾ BJP-യിൽ നിന്ന് യുവമോർച്ചയ്ക്കൊരു നേതൃത്വം കൊടുക്കുകയും അവിടെ നിന്ന് യുവമോർച്ചയിലെ എല്ലാ പ്രവർത്തകരും ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നും വോട്ടുകളായിട്ട് 350-400 വോട്ടുകൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇന്ദുചൂടൻ, വിജയ് ഇന്ദുചൂടൻ ജില്ലാ പ്രസിഡന്റ്. ആ വോട്ട് ഞങ്ങളൊരു 400 പേരോളം വോട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ ഒരു 40 പേരോളം ഞങ്ങളുടെ പ്രദേശത്തു നിന്ന് തന്നെ വോട്ടുകൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വോട്ടുകൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിഷേധിക്കുകയാണെങ്കിൽ അതിനുള്ള തെളിവുകളായിട്ട് അടുത്ത ദിവസം ഞാൻ വരും. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, യദു ഉന്നയിച്ചിരിക്കുന്നത് ഒരു ചെറിയ ആരോപണമല്ല, ഏറെ ഗൗരവമുള്ള ഒരു ആരോപണമാണ്. ഈ ഒരു സാഹചര്യത്തിൽ യദു പറയുന്ന കാര്യങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തെളിവ് പുറത്തുവിടുമെന്ന് യദു പറയുന്നുണ്ടല്ലോ, അതെന്തൊക്കെയാണെന്ന് യദു വ്യക്തമാക്കുന്നുണ്ടോ? അതായത് കഴിഞ്ഞ ദിവസമാണ് 2 ഗ്രാം കഞ്ചാവുമായി ഇത്തരത്തിൽ യുവാവിനെ പിടിച്ചുവെന്ന വാർത്ത വരുന്നത്. CPIM അത് അപ്പോൾ തന്നെ തള്ളിക്കളഞ്ഞു. കള്ളക്കേസാണ്, അയാളുടെ പക്കൽ നിന്നും കഞ്ചാവും പിടിച്ചിട്ടില്ല എന്നൊരു വിശദീകരണം CPIM നൽകി. പക്ഷേ എക്സൈസ് ഈ വിഷയത്തിൽ CPIM-നെ തള്ളിക്കൊണ്ട് നിലപാട് സ്വീകരിച്ചു. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വലിയ മാർച്ച് മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലേക്ക് പത്തനംതിട്ടയിൽ നടന്നത്. അതിൽ നേതൃത്വം നൽകിയതാകട്ടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ അടക്കമുള്ള നേതാക്കളാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ ആക്ഷേപം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടനെതിരെ തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട യദു കൃഷ്ണൻ ഉന്നയിക്കുന്നത്. തങ്ങൾ ഉൾപ്പെടെ യുവമോർച്ചക്കാരാണ് പൂർണ്ണമായി വോട്ട് ചെയ്തത്. അത് മലയാലപ്പുഴ കുമ്പഴ മേഖലയിൽ നിന്ന് 400ഓളം ആളുകളുടെ വോട്ടുകൾ ഇത്തരത്തിൽ യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വിജയ് ഇന്ദുചൂടന് ലഭിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ താൻ തന്നെ 40ഓളം ആളുകളുടെ വോട്ടുകൾ ചെയ്യിച്ചിട്ടുണ്ട്. സൂരജ് ഇലന്തൂർ എന്ന യുവമോർച്ചയുടെ നേതാവ് മുഖാന്തരമാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചത്. അങ്ങനെ യുവമോർച്ചക്കാരാണ് പൂർണ്ണമായി 400ഓളം ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ളത്. തങ്ങളുടെ പക്കൽ തെളിവുകളുണ്ട്, ഇത് പുറത്തുവിടും. താൻ ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് മനോവിഷമം കൊണ്ടാണ്. കാരണം ഇത്തരത്തിൽ തങ്ങളെ നേരിട്ട് വന്ന് വിജയ് ഇന്ദുചൂടൻ അടക്കമുള്ള ആളുകൾ കണ്ടിട്ടുണ്ട് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഇത് നിഷേധിച്ചാൽ തെളിവുകളടക്കം പുറത്തുവിടുമെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ ഒരു പ്രതികരണം അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പ്രതികരണം നടത്താമെന്നും തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവിധ. ശരി ശ്രീജിത്ത്, ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമാകുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് കുറച്ചുകൂടി വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ യുവമോർച്ചക്കാർ വോട്ട് ചെയ്തുവെന്ന് പത്തനംതിട്ടയിൽ BJP വിട്ട് CPIM-ലെത്തിയ യദു കൃഷ്ണൻ പറയുന്നു.